സുഹൃത്തുക്കളെ നമസ്കാരം. ഒരു വിദേശ യാത്ര പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരു സ്വപ്നമാണ്, ഒരാഗ്രഹമാണ്. ഒരു പക്ഷേ നിങ്ങളും ഒരു വിദേശ യാത്ര പ്ലാൻ ചെയ്യുന്നയാളായിരിക്കും. ഇപ്പം നമ്മുടെ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മലേഷ്യയാണ്. നിങ്ങളും മലേഷ്യയിലേക്കൊരു യാത്ര പോകുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും മലേഷ്യയിലേക്ക് പോകാനൊരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. എന്തായാലും കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇന്ന് കിട്ടും. അപ്പം ഒരു വിദേശയാത്ര പോകണം എന്നുള്ള ഒരു ചർച്ച ഞങ്ങളുടെ ഇടയിലുണ്ടായത് ഡിസംബർ മാസത്തിലാണ്. അന്ന് ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ കൂടെ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പിന് പോയപ്പോൾ വന്ന ഒരു ഐഡിയയാണ് ഒരു വിദേശയാത്രയ്ക്ക് പോകണം എന്നുള്ളത്. ഇന്ന് ഇങ്ങനെ ഒരു ടൂർ പോകുവാൻ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിരവധി ടൂർ ഓപ്പറേറ്റേഴ്സ് വളരെ ചീപ്പായിട്ടുള്ള മലേഷ്യൻ പാക്കേജുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല പാക്കേജ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ പാക്കേജ് എടുത്ത് പോകാം. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ടൂറിൻ്റെ A to Z നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് പോകാമെന്നുള്ളത്. അപ്പം ആദ്യമായിട്ട് വിദേശയാത്ര ചെയ്യുന്നവർക്കും അധികം ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അതുപോലെ ഇതുപോലെ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ സമയമില്ലാത്തവർക്കും പാക്കേജ് ഒരു നല്ല ഓപ്ഷനാണ്. പാക്കേജ് എടുത്ത് തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ പാക്കേജ് എടുത്ത് പോകുമ്പോൾ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, അവിടെ കുറച്ചുകൂടെ കാഴ്ചകൾ കാണണമെന്നുണ്ട്, കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുപോലെ ആ ഗ്രൂപ്പിൻ്റെ താളത്തിനൊത്ത് തന്നെ നമുക്ക് പോകേണ്ടി വരും. വലിയ ഗ്രൂപ്പായിരിക്കും. ഇതാണ് ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാക്കേജ് എടുത്ത് പോകുമ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കുന്നില്ല. ഉദാഹരണത്തിന് നമ്മളൊരു സിറ്റിയിൽ പോകുമ്പോൾ ആരെങ്കിലും നമുക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്ത് തരുന്നു, വിമാനത്താവളത്തിൽ നിന്ന് പിക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവിടെ ഏതൊക്കെ ഹോട്ടലുകളുണ്ട്, അതിൻ്റെ ചോയ്സുകൾ എന്തൊക്കെയാണ്, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ അവിടെ എത്താം, ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു സന്ദർശനത്തിൻ്റെ ആ ഒരു യാത്രയുടെ എക്സ്പീരിയൻസിനൊരു കംപ്ലീഷൻ വരുന്നത്, ഒരു പരിപൂർണത വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഔദ്യോഗികമായും അല്ലാതെയൊക്കെ ഞാൻ കുറച്ച് വിദേശയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് ഈ ഒരു യാത്ര വന്നപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പാക്കേജ് വേണ്ട, ഇതിൻ്റെ പ്ലാനിങ്ങൊക്കെ ഞാൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു യാത്രയാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് കുറേ ടിപ്സൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും, നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞങ്ങൾ മലേഷ്യൻ യാത്രയുടെ ചൂടായിട്ടുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും. അത് കണ്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ എവിടെയെല്ലാം പോകണമെന്ന്. നിങ്ങളിത് ഫേസ്ബുക്കിൽ കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് നിന്ന് കുലാലംപൂരിലേക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്കുമുള്ള ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ജനുവരി ആദ്യം ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് പോയി തിരുവനന്തപുരത്ത് തിരിച്ചു വരണം എന്നുള്ള ഒരു റിക്വയർമെൻറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. യാത്രകൾ എല്ലാവരും ഇവിടെയൊക്കെ ഉള്ളവരായിരുന്നാൽ അതാണ് ഞങ്ങൾക്ക് സൗകര്യം. അപ്പോൾ നമുക്ക് രണ്ട് ചോയ്സുകളാണ് അതിനുള്ളത്. ഒന്ന് മലേഷ്യൻ എയർലൈൻസ്, രണ്ട് എയർ ഏഷ്യ. രണ്ടു പേർക്കും നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ഉണ്ട് കുലാലംപൂരിലേക്ക്. പക്ഷേ മലേഷ്യൻ എയർലൈൻസ് ഒരു ഫുൾ സർവീസ് എയർലൈനാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് കൂടുതലാണ്. എയർ ഏഷ്യ ചീപ്പറാണ്. അപ്പോൾ എയർ ഏഷ്യ എന്ന് തീരുമാനിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ള ചോയ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിന് കുറച്ച് റിസർച്ച് നടത്തി. നമുക്ക് മേക്ക് മൈ ട്രിപ്പ്, ക്ലിയർ ട്രിപ്പ്, അങ്ങനെ ധാരാളം സൈറ്റുകളുണ്ട് വിമാന ടിക്കറ്റുകൾ ഓഫർ ചെയ്യുന്നത്. പിന്നെ എയർ ഏഷ്യയുടെ സൈറ്റുമുണ്ട്.
അപ്പം എവിടെ നിന്ന് ബുക്ക് ചെയ്താലാണ് നമുക്ക് ചീപ്പർ റേറ്റ് കിട്ടുന്നത് എന്നുള്ള ഒരു റിസർച്ച് കുറച്ച് സമയമെടുത്ത് നടത്തി. അതുപോലെ ഞാൻ ട്രാവൽ ഏജൻറ്റിനെയും കോൺടാക്ട് ചെയ്ത് നോക്കി. അവസാനം മനസ്സിലാക്കിയത് എയർ ഏഷ്യ സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓവറോളായിട്ട് ചീപ്പർ റേറ്റ് കിട്ടുന്നത് മനസ്സിലാക്കി എയർ ഏഷ്യ സൈറ്റിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ എയർ ഏഷ്യയിൽ ബുക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ ഏഷ്യ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യും, അത് ഏത് സൈറ്റ് വഴിയായാലും നമുക്ക് 7 കിലോഗ്രാം ക്യാബിൻ ബാഗ് മാത്രമേ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു യാത്ര പോകുമ്പോൾ നമുക്ക് പല സാധനങ്ങളും കൊണ്ടുപോകണം, എല്ലാം ക്യാബിൻ ബാഗിൽ കയറ്റുവാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചെക്ക് ഇൻ ബാഗ് വേണ്ടി വരും. ചെക്ക് ഇൻ ബാഗിന് അഡീഷണൽ പൈസ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് എല്ലാവർക്കും ചെക്ക് ഇൻ ബാഗൊന്നും വേണ്ട, ഞങ്ങൾ 4 ഫാമിലീസ് ഉണ്ട്, അതുകൊണ്ട് 4 ചെക്ക് ഇൻ ബാഗ്, ഒരു ഫാമിലിക്ക് ഒരു ചെക്ക് ഇൻ ബാഗ് എന്നുള്ള കണക്കിൽ ചെക്ക് ഇൻ ബാഗുകളും ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തു. അങ്ങനെ വരുമ്പോൾ കുറച്ച് പൈസ നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടിക്കറ്റ് നോൺ റീഫണ്ടബിൾ ആണ്. എന്തെങ്കിലും കാരണവശാൽ നമുക്ക് യാത്ര പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പൈസ തിരിച്ച് കിട്ടില്ല. പാർഷ്യലി റീഫണ്ടബിൾ ടിക്കറ്റും ഉണ്ട്, പക്ഷേ അതിന് കുറച്ചുകൂടെ പൈസ കൊടുക്കണം. അപ്പം നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുമ്പം ഷുവറായിട്ടും പോകാം എന്നുള്ള ഒരു ഉറപ്പ് വേണം, അല്ലെങ്കിൽ ആ പൈസ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് പാർഷ്യലി റീഫണ്ടബിൾ ടിക്കറ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു ചോയ്സും ഉണ്ട്. ഈ പറഞ്ഞ പ്രകാരം അഡീഷണൽ ടിക്കറ്റ് ഉൾപ്പെടെ ഞങ്ങൾക്ക് ടിക്കറ്റിന് വന്ന ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 19,500 രൂപയോളമാണ്. അങ്ങനെ കൊലാലംപൂർ ടു ട്രിവാൻഡ്രം കൊലാലംപൂർ ബാക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെയ്തത് മലേഷ്യക്ക് അകത്തെ ട്രാവൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് മലേഷ്യയിൽ ലങ്കാവി എന്ന ഒരു ദ്വീപുണ്ട്, വളരെ മനോഹരമാണ്, അവിടെ പോവുക. പിന്നെ പെനാങ് എന്ന ഐലൻഡ് സന്ദർശിക്കുക, അത് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്, അവിടെ കാണുക. പിന്നെ മലേഷ്യയുടെ ക്യാപിറ്റലായ കുലാലംപൂരിൽ 2 ദിവസം സ്പെൻഡ് ചെയ്യുക എന്നാണ്. അപ്പോൾ നമ്മൾ മെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. എല്ലാം ഫ്ലൈറ്റ് തന്നെയാണ്, കൊലാലംപൂർ ടു ലങ്കാവി, ലങ്കാവി ടു പെനാങ്, പെനാങ് ടു കൊലാലംപൂർ, അങ്ങനെ 3 ഫ്ലൈറ്റ് ടിക്കറ്റുകളും ബുക്ക് ചെയ്തു. അതിന് എല്ലാം കൂടെ ഒരാൾക്ക് 9,500 രൂപയോളം ചിലവായി. അങ്ങനെ ഏകദേശം 29,000 രൂപയോളം ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് ടിക്കറ്റുകൾക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് ഫെബ്രുവരി മാസത്തോടെ ഞങ്ങൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തു. അക്കോമഡേഷൻ ബുക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചത് booking.com എന്ന സൈറ്റും എയർബിഎൻബിയുമാണ്. അപ്പം അക്കോമഡേഷൻ്റെ കാര്യം വന്നപ്പം നമുക്ക് പല കണ്ടീഷൻസും ഉണ്ടായിരുന്നു. ഒന്ന്, ഒരു 12 പേരുടെ ഗ്രൂപ്പാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം കഴിവതും എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള അക്കോമഡേഷൻ. സെപ്പറേറ്റ് ഹോട്ടൽ റൂംസിനെ കാട്ടി ഒരു വില്ല പോലെയോ മറ്റോ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതിനായിരുന്നു പ്രിഫറൻസ്. അതുപോലെ വേറെ ഒരെണ്ണം, അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ വേണം എന്ന് നമ്മൾ സ്ത്രീജനങ്ങൾ ആവശ്യപ്പെട്ടു. കാരണം ഞങ്ങൾ ആ ടീമിൽ ഒരുപാട് പേര് വെജിറ്റേറിയൻസാണ്. അപ്പം ഇടയ്ക്ക് നമുക്ക് നല്ല ഇന്ത്യൻ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വേണം എന്ന് ഉള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് വളരെയധികം സമയം booking.com, എയർബിഎൻബി തുടങ്ങിയ സൈറ്റുകളിൽ കൂടെ കയറി ഇറങ്ങി. അതിൽ എൻ്റെ മകളും കൂടെ എന്നെ സഹായിച്ചു. അങ്ങനെ ലങ്കാവിയിലും കൊലാലംപൂരിലും എയർബിഎൻബി വഴിയും പെനാങ്ങിൽ booking.com വഴിയും ഞങ്ങൾ അക്കോമഡേഷൻസ് എല്ലാം ബുക്ക് ചെയ്തു. അത് ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ചെയ്തത്. അതായത് ഏകദേശം 2 മാസം മുമ്പേ ബുക്ക് ചെയ്തു. അപ്പോൾ എയർബിഎൻബി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഉടനെ തന്നെ ഫുൾ പൈസയും അവരെടുക്കും. ആൾമോസ്റ്റ് നോൺ റീഫണ്ടബിളാണ്. ക്യാൻസലേഷൻ ചെയ്താൽ തന്നെയും 50% തിരിച്ച് കിട്ടും. പക്ഷേ booking.comൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അവർ ബ്ലോക്ക് ചെയ്ത് വയ്ക്കത്തേ ഉള്ളൂ. ആക്ച്വലി ഈ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ട്രിപ്പിന് അടുത്ത ദിവസങ്ങളിൽ ഒരു 10 ദിവസം മുമ്പേയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അത് കുറച്ചുകൂടെ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി അവിടെ ഉണ്ട്. ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡേറ്റുകളും കിട്ടും booking.com ആകുമ്പോൾ. പക്ഷേ പ്രോപ്പർട്ടീസ് കൂടുതൽ ഞങ്ങൾ കണ്ടത്, ഇത്തരം വലിയ പ്രോപ്പർട്ടീസ് കണ്ടത് എയർബിഎൻബിയിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിങ്ങനെ 3 സ്ഥലത്തും അക്കോമഡേഷനും ബുക്ക് ചെയ്തു.
ഇനി വേറെ ഒരു പ്രധാന കാര്യം, മലേഷ്യയിലേക്ക് ഇപ്പോൾ നമുക്ക് വിസ ആവശ്യമില്ല. ഇന്ത്യൻസിന് വിസ ഫ്രീ ആണ്. 2026 ഡിസംബർ വരെ വിസ ആവശ്യമില്ല. എന്നിരുന്നാലും നമുക്ക് വെറുതെ അങ്ങ് കയറി പോകാൻ പറ്റില്ല. നമുക്ക് മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. പക്ഷേ ഈ മലേഷ്യ ഡിജിറ്റൽ കാർഡ് നമുക്ക് ഒരുപാട് നേരത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ട്രിപ്പ് പോകുന്നതിന് 3 ദിവസം മുമ്പ് മുതൽ മാത്രമേ അതിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞങ്ങൾ 11-ാം തീയതി ഏപ്രിൽ 11 നൈറ്റിനാണ് പോകുന്നത്. അതുകൊണ്ട് 9-ാം തീയതിയോ 10-ാം തീയതിയോ ഒക്കെ ആകുമ്പോഴേ അത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അത് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഈ താമസങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ താമസ സൗകര്യത്തിന് വേണ്ടി ഒരാൾക്ക് ഏകദേശം 10,500 രൂപയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റും അക്കോമഡേഷനും കൂടെ ഇതുവരെയുള്ള ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ ഹെഡ് 19,500 രൂപ. ഇനി അവിടെ ഏകദേശം 30,000 രൂപയാണ് ഞങ്ങൾ ചിലവ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഏകദേശം 70,000 രൂപ പെർ ഹെഡാണ് ഈ ടൂറിൻ്റെ എക്സ്പെൻസ് ഞങ്ങൾ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത്. ടൂർ കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും കണക്ക് നമുക്ക് നോക്കാം. ഈ ബഡ്ജറ്റിൽ എത്രമാത്രം നമുക്ക് ഈ യാത്ര ഫിറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഇപ്പം നമുക്കറിയാം. അതുവരെ ഈ ബഡ്ജറ്റ് തന്നെ നിലനിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റുകളെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു, അക്കോമഡേഷനും റെഡിയായി. പക്ഷെ നമുക്കിനി മലേഷ്യയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലവുകളുണ്ട്. അവിടെ ആഹാരത്തിനും അതുപോലെ സൈറ്റ് സീയിങ്ങിനും എല്ലാം നമുക്ക് ക്യാഷ് വേണം. അവിടെ മലേഷ്യയിലെ കറൻസി റിങ്കിറ്റ്സ് ആണ്. ഇപ്പോഴത്തെ വില എന്ന് പറയുമ്പോൾ റിങ്കിറ്റ്സിന് ഏകദേശം 19 രൂപയ്ക്കും 20 രൂപയ്ക്കും ഇടയിലാണ് റിങ്കിറ്റിൻ്റെ വില വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ഇന്ത്യൻ റുപ്പി മാറ്റി റിങ്കിറ്റ്സ് ആക്കാം. അതിനു പുറമെ നമുക്ക് ഈ ഫോറക്സ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പൈസ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയി നമുക്ക് റിങ്കിറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഫോറക്സ് കാർഡ് എടുക്കാം. പിന്നെ ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡുകളോ അത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ എടുത്തത്. മലേഷ്യൻ റിങ്കിറ്റ്സ് ആക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കുറച്ച് പ്രയാസങ്ങൾ വന്നു. കാരണം റിങ്കിറ്റ്സിൻ്റെ അവൈലബിലിറ്റി ഇപ്പം കുറച്ച് കുറവാണ്. എന്നാലും തോമസ് കുക്ക് എന്ന സ്ഥാപനത്തിൽ നിന്നും ഞങ്ങൾ ഏകദേശം 1/3 തുക, ബഡ്ജറ്റിൻ്റെ 1/3 തുക റിങ്കിറ്റ്സ് ആക്കി മാറ്റി. പിന്നെ ഫോറക്സ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ ഫോറക്സ് കാർഡുകളിൽ ഒരു മാർക്കപ്പ് വരും. അതായത് RBI റേറ്റിനെ കാട്ടി കുറച്ച് കൂടുതൽ പൈസ അവർ എടുക്കും റുപ്പിയെ റിങ്കിറ്റ് ആക്കുമ്പോൾ. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം മലേഷ്യയിൽ പോയിട്ട് വന്നയാളാണ്. നിയോ ഗ്ലോബൽ കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡിൻ്റെ കാര്യം പറഞ്ഞത്. അതിൽ മാർക്കപ്പ് ഫീ ഒന്നുമില്ല. നമ്മൾ മാർക്കപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനും എൻ്റെ കസിൻ്റെ മകനും എന്തായാലും ഓരോ കാർഡ് എടുത്തു. ഇനി അവിടെ പോയി ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് എത്രമാത്രം നന്നായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. അതിൻ്റെ ഫീഡ്ബാക്ക് തരാം. പിന്നെ ഞങ്ങളിൽ മിക്കവാറും കാര്യം ഇൻ്റർനാഷണൽ ക്രെഡിറ്റ് കാർഡുണ്ട്. അതൊന്നും തികഞ്ഞില്ലെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് ഇന്ത്യൻ രൂപ ഞങ്ങൾ കയ്യിൽ വയ്ക്കുന്നുണ്ട്. കാരണം നമുക്ക് അവിടെ ചെന്നിട്ട് ഇന്ത്യൻ രൂപ കൺവേർട്ട് ചെയ്ത് തരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നും കൺവേർട്ട് ചെയ്യാം. പക്ഷേ ജനറലി ഈ ഇന്ത്യൻ രൂപ അവിടെ കൺവേർട്ട് ചെയ്യുന്നതിലും നമുക്ക് ലാഭം ഇവിടെ കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഈ തോമസ് കുക്കിൽ കൺവേർട്ട് ചെയ്തിട്ട് ഏകദേശം 80 പൈസയോളം അവർ മാർക്കപ്പ് എടുത്തിരുന്നു RBI റേറ്റിനെ കാട്ടി. അങ്ങനെ കറൻസിയുടെ കാര്യമെല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കമ്മ്യൂണിക്കേഷന് അവിടുത്തെ സിം വേണം. പുതിയ ഫോണുകളിൽ eSIM എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ ഫോണുകളിൽ അതില്ലായിരുന്നു. 1-2 പേർക്ക് റോമിംഗ് ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ട്യൂൺ ടോക്ക് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിന് ഏകദേശം 500 രൂപ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40 GB ഡേറ്റയും അൺലിമിറ്റഡ് കോളും 15 ദിവസത്തേക്കുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് കണ്ടു. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പൈസ കൊടുത്ത് ബുക്ക് ചെയ്ത് വയ്ക്കാം. മലേഷ്യയിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമുക്കത് അവിടെ അവരുടെ കിയോസ്കിൽ നിന്നും ആ കാർഡ് കിട്ടും, സിം കിട്ടും. അത് നമുക്കിട്ട് ആക്ടിവേറ്റ് ചെയ്ത് അവിടെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും ഞങ്ങൾ യാത്രയുടെ ഇടയിൽ അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് പറയാം. നിങ്ങൾക്കും ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ഇന്ന് 10-ാം തീയതിയായി. നമുക്ക് ആദ്യമേ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ്, അത് ഫില്ല് ചെയ്യാനുള്ള സമയമായി. അത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
ഇതാണ് മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡിൻ്റെ സൈറ്റ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ അറൈവൽ കാർഡ് ഫില്ല് ചെയ്യാൻ നമുക്ക് 2 പാർട്ടുകളാണുള്ളത്. ആദ്യത്തെ പാർട്ടിൽ പേഴ്സണൽ ഇൻഫർമേഷൻ. അപ്പോൾ അതിനകത്ത് നെയിം ആസ് ഇൻ പാസ്പോർട്ട് കൊടുക്കണം, പിന്നെ പാസ്പോർട്ട് നമ്പർ, നാഷണാലിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്. ഈ ഇമെയിൽ അഡ്രസ്സ് വളരെയധികം ശ്രദ്ധിച്ചു കൊടുക്കണം, കാരണം ഇതിൻ്റെ കൺഫർമേഷൻ ഇമെയിലാണ് വരുന്നത്. അതുകൊണ്ട് ഇമെയിൽ അഡ്രസ്സ്, നമ്മളെ കൺട്രി റീജിയൻ കോഡ്, അപ്പോൾ അത് നമുക്ക് ഇന്ത്യ എന്ന് കൊടുക്കാം. എന്നിട്ട് മൊബൈൽ നമ്പർ കൊടുക്കാം, 91 കൺട്രി കോഡ് കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം. ഇതാണ് പേഴ്സണൽ ഇൻഫർമേഷൻ. നമുക്ക് പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ ഇത് വളരെ ഈസിയായി ഫില്ല് ചെയ്യാം. അടുത്തത് ട്രാവലിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന സെക്ഷനാണ്. അതിൽ ഡേറ്റ് ഓഫ് അറൈവൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 10, 11, 12 തീയതികളിൽ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ. ഇന്നലെ ഈ 12 നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന് രാവിലെയാണ് ഈ ഓപ്ഷൻ ഇനേബിൾ ആയത്. അപ്പം നമ്മളിത് 12 എന്ന് കൊടുക്കാം. ഞങ്ങൾ 12-നാണ് എത്തുന്നത്. പിന്നെ തിരിച്ചു വരുന്ന ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ നമുക്ക് കൊടുക്കാം. പിന്നെ മോഡ് ഓഫ് ട്രാവൽ, ഇവിടെ നമുക്ക് എയർ, ലാൻഡ്, സീ ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ പോകേണ്ട എയർ കൊടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് പോർട്ട് ഓഫ് എംബാർക്കേഷൻ ബിഫോർ മലേഷ്യ, നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ രാജ്യങ്ങളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്ത്യ എന്നുള്ള ഇത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ല പോകുന്നതെങ്കിൽ ആ പോകുന്ന രാജ്യം ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മളെ ഫ്ലൈറ്റിൻ്റെ നമ്പറാണ്. അത് നമ്മളെ ടിക്കറ്റിലുണ്ട്. അത് നമ്മളെ ഫ്ലൈറ്റ് നമ്പർ AK8 ആണ്, അത് കൊടുക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹോട്ടൽ, മോട്ടൽ, റിസോർട്ട്, ഹൗസിങ്ങിനൊരു ചോയ്സ്, അല്ലെങ്കിൽ റെസിഡൻസ് ഓഫ് ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ് ഓർ അതേഴ്സ്, ഇത്രയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്, ഇതാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് ഹോട്ടലിൻ്റെ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. അഡ്രസ്സ് കൊടുക്കുമ്പോൾ നമ്മൾ അത് ഏത് സ്റ്റേറ്റിലാണെന്ന് അറിയണം. ഞങ്ങൾ കട എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് ലങ്കാവി ഉള്ളത്. ലങ്കാവിയിലോട്ടാണ് ആദ്യം പോകുന്നത്. അത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ലങ്കാവി നമുക്ക് സെലക്ട് ചെയ്യാം സിറ്റി ആയിട്ട്. ഇവിടെ ഹോട്ടലിൻ്റെ അഡ്രസ്സ് ഞങ്ങൾ കൊടുത്തു. ഇതിൻ്റെ പോസ്റ്റ് കോഡ് ഇവിടെ ഉണ്ട്, 07000 ആണ് പോസ്റ്റ് കോഡ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ സബ്മിറ്റ് ബട്ടൺ ഞെക്കുക. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ പേജ് വരും. ഇതാണ് ആ കൺഫർമേഷൻ പേജ്. സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്, ഇമെയിൽ വിൽ ബി സെൻഡ് ടു ദി അഡ്രസ് ഗിവൺ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഇമെയിൽ കിട്ടും. ആ ഇമെയിലിൽ ഒരു പിൻ കാണും. നമ്മൾ എന്നിട്ട് ഈ സൈറ്റിൽ വന്നിട്ട് ചെക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടാബിലേക്ക് പോകണം. അവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ, പിന്നെ അതുപോലെ നാഷണാലിറ്റി, പിൻ, ഇവയെല്ലാം കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഒരു ലൈനിൽ, അതിൽ നമ്മുടെ കൊടുത്ത ഇൻഫർമേഷനോടൊപ്പം തന്നെ താഴെ ഒരു ലൈനിൽ ഒരു PDF ഫയൽ വരും. അതാണ് നമ്മളെ ഡിജിറ്റൽ അറൈവൽ കാർഡ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഡൗൺലോഡഡ് ആവും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ അറൈവൽ കാർഡ്. ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുപോകണം. അങ്ങനെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ബാഗുകൾ പാക്ക് ചെയ്യണം, നേരെ എയർപോർട്ടിൽ പോകണം, ഫ്ലൈറ്റ് പിടിക്കണം, മലേഷ്യക്ക് പോകണം, അവിടെ ഒരാഴ്ച അടിച്ചു പൊളിക്കണം. എല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ്, എക്സൈറ്റഡ് ആണ്. അപ്പോൾ നിങ്ങളും ഞങ്ങളവിടെ വരും, കാഴ്ചകളൊക്കെ കാണാം. ഈ വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, മറക്കരുത്. ഇനി മലേഷ്യയിൽ ചെന്നിട്ട് നമുക്ക് കാണാം. വീണ്ടും കാണും വരേക്കും നമസ്കാരം.